മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പല ഹിന്ദു ഭവനങ്ങളുടെയും ഭിത്തിയിൽ വീടിൻ്റെ ഉമ്മറത്ത് പൂമുഖത്ത് ചോറ്റാനിക്കര ഭഗവതി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവ ഭവനങ്ങളിൽ ഇതുപോലെ കാണാം. അവിടെ വേളാങ്കണ്ണി മാതാവായിരിക്കും, അല്ലെങ്കിൽ മലയാറ്റൂർ പുണ്യാളനായിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധ പരിമല തിരുമേനിയായിരിക്കും. ഇവരുടെ പടത്തോടു കൂടിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിലെ ആളുകൾ ഇന്ന മൂർത്തിയുടെ ആരാധകരാണ് അല്ലെങ്കിൽ ഭക്തരാണ് എന്നുള്ള കാര്യം. മിക്കവാറും അവരുടെ ജാതി കൂടി അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതി ഈ പൊതുവെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏതായാലും ഉണ്ട്. ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാരണഭൂതൻ്റെ കാര്യം. സത്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുള്ളതാണ്. 20 സീറ്റിൽ മിക്കവാറും 21 സീറ്റും അവർ തന്നെ ചെയ്യും. വയനാട്, മലപ്പുറം, പൊന്നാനി, എറണാകുളം, കോട്ടയം, ഇടുക്കി, അങ്ങനെ UDF മേൽക്കോയ്മയുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന എല്ലാ സീറ്റിലും LDF ജയിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംസ്ഥാനത്ത് ഭയങ്കരമായ ഇടത് തരംഗമാണ് എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളുമൊക്കെ അത് തന്നെ പറയുന്നുണ്ട്. 18-19 സീറ്റൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വിചാരം 20-ൽ 21 സീറ്റ് LDF കിട്ടും എന്നുള്ളതാണ്. കാരണം അത്ര അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇതിനകത്ത് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണമാണ്. ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞ് 8ാം കൊല്ലത്തിലേക്ക് പ്രവേശിച്ച സർക്കാരിൻ്റെ ഒരു ഭരണ മികവ് നേട്ടം, പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ബസ് യാത്ര ചെയ്ത് വോട്ടർമാരുമായിട്ട് നേരിട്ട് സംവദിച്ച് സർക്കാരിൻ്റെ ഗുണഗണങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ മുന്നേറിയ ആ നവകേരള സദസ്സ് അത് മാത്രം മതി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെല്ലാവരിലും എത്തിക്കഴിഞ്ഞു. ആ ഭരണ നേട്ടങ്ങൾ കേട്ട് കോരിത്തരിച്ച ആളുകൾ മുഴുവൻ ഇന്നലെ ക്യൂ നിന്ന് സർക്കാരിന് വോട്ട് ചെയ്യാൻ ചെയ്തു. ആ വോട്ട് മുഴുവൻ പെട്ടിയിൽ വീണോടുകൂടി, പെട്ടിയിലല്ലേ യന്ത്രത്തിൽ വീണോടുകൂടി ഇടതു മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പായി. നേരത്തെ പറഞ്ഞ കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ലീഗ് അനുകൂല മണ്ഡലങ്ങളിലൊക്കെ വലിയ ഇടത് തരംഗം ഉണ്ടായിട്ട്, പിന്നെ ഇടതുപക്ഷത്തിന് സ്വതവേ തന്നെ ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ട്. മലബാറിൽ പ്രത്യേകിച്ച് വടകര, അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, തെക്കൻ കേരളത്തിൽ കൊല്ലം, അതുപോലെ ആറ്റിങ്ങൽ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ ടേൺ ഔട്ടായിരുന്നു എന്ന് മാത്രമല്ല അവരൊക്കെ വോട്ട് ചെയ്തതിലെ ഇടതു മുന്നണിക്കാണ്. അപ്പോൾ ഇടതു മുന്നണിയുടെ വിജയം സുനിശ്ചിതമായി. അതിൻ്റെ പ്രധാന കാരണം ഈ കാരണഭൂതൻ്റെ അതിഗംഭീരമായ ഭരണമാണ്. ഭരണ നേട്ടം കൊണ്ട് ജനങ്ങൾക്ക് ഇരിക്കപ്പുറത്തില്ലാതെ ക്ഷേമ പെൻഷനുകളൊക്കെ സമയത്ത് കിട്ടാൻ തുടങ്ങി. മാവേലി സ്റ്റോറിൽ ചെന്നാൽ 101 കൂട്ടം സാമഗ്രികൾ നമുക്ക് കിട്ടും. അരിയായിട്ടും പലവ്യഞ്ജനമായിട്ടും ചെറുപയറായിട്ടും കൊത്തമരയായിട്ടും എന്ന് വേണ്ട സകല സാമഗ്രികളും മാവേലി സ്റ്റോറിൽ നിറഞ്ഞ് കവിഞ്ഞ് വഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുകയാണ്. ക്ഷേമ പെൻഷനുകൾ ഇതുപോലെ തന്നെ മാസം മണി ഓർഡറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടിമാലിയിൽ ചട്ടിയെടുത്ത് പിച്ച തട്ടിയ ആ സ്ത്രീയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ ആനന്ദാശ്രുക്കൾ പൊഴുക്കുകയാണ് സർക്കാരിൻ്റെ ഈ ഔദാര്യം കൊണ്ട്. അങ്ങനെ ഇദ്ദേഹം ശോഭിക്കുന്നു എന്ന് മാത്രമല്ല, പുള്ളിയുടെ വാമൊഴി വഴക്കം, അതുപോലെ അൻവറിനെ പോലെയുള്ള ആളുകളുടെ പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെതിരായിട്ട് നമ്മുടെ ശൈലജ ടീച്ചർ ഉന്നയിച്ച പോലെയുള്ള ആരോപണങ്ങൾ, പിന്നെ കരുവന്നൂർ ബാങ്കിൽ പണം വിട്ട ആളുകൾക്ക് കൃത്യമായിട്ട് പലിശ മുതൽ തിരിച്ചു കൊടുത്തതിലുള്ള സന്തോഷം, തൃശ്ശൂർ പൂരം കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും സമയബന്ധിതമായിട്ട് നടപ്പാക്കിയതിനെ തുടർന്ന് ആ പൂരപ്രേമികൾക്ക് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾക്ക് സർക്കാരിനോട് തോന്നുന്ന വലിയ കൃതജ്ഞത. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. എല്ലാ കാര്യങ്ങളിലും സർക്കാർ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രജാക്ഷേമ തൽപരനായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി സഖാവ് എന്നുള്ള എല്ലാവർക്കും ഇതിനൊക്കെ ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ സഖാവിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടാനുള്ള എളിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ട ആളുകളൊക്കെ ഈ മേടമാസത്തിൽ ക്യൂ നിന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങളെ സഹായിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്, അതുപോലെ കോട്ടയത്ത് തോമസ് ചാഴികാടൻ, എറണാകുളത്ത് ഷൈൻ ടീച്ചർ, ഇവരൊക്കെ ജയിക്കാൻ പോവുകയാണ്. ഇവരൊക്കെ ജയിച്ച് പാർലമെൻറ്റിൽ ചെന്നിട്ട് വേണം നമുക്ക് സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടാനായിട്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഖാവ് റെജി ലൂക്കോസിനെ നിങ്ങൾ പലരും കണ്ടു കാണും. TV ചാനലിലൊക്കെ വന്നിരുന്നിട്ട് കാരണഭൂതനെ കാരണം കൂടാതെ പ്രശംസിക്കുന്ന ആളാണ് റെജി ലൂക്കോസ്. ഈ ലൂക്കോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാൾ എനിക്ക് അയച്ചു. അദ്ദേഹം പറയുന്നത്
ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിഭയങ്കരമായ വിജയം ഉണ്ടാവും എന്ന് മാത്രമല്ല BJP തകർന്ന് തരിപ്പണമായി പോകും എന്നാണ്. BJPയുടെ തകർച്ചയോട് കൂടിയിട്ട് ഇവിടെ വലിയ ഒരു ജനമുന്നേറ്റം ഉണ്ടാവും. ആ മുന്നേറ്റത്തിൻ്റെ അന്ത്യത്തിൽ എന്ത് സംഭവിക്കും? നേരത്തെ ജ്യോതി ബസുവിന് പ്രധാനമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയതാണ്. അന്ന് പാർട്ടി അത് നിരാകരിച്ചു. ഇത്തവണ വീണ്ടും അതുപോലൊരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ കാരണഭൂതനായിരിക്കും. അതേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്. അതേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം രാജ്യത്തെമ്പാടും നമുക്ക് കാണാൻ കഴിയും. പൂക്കോട് പോലെയുള്ള സംഭവങ്ങൾ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലായിടത്തും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാവേലി സ്റ്റോർ പോലെയുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കാരണഭൂതൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് റെജി ലൂക്കോസ് കരുതുന്നത്. ഞാൻ അത്രയും വിചാരിക്കുന്നില്ല. ഏതായാലും കാരണഭൂതൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ്. ആ സ്ഥാനത്തേക്ക് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് സഖാവ് A. വിജയരാഘവനെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു A ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സഖാവ് വിജയരാഘവൻ വിജയിച്ച് ഡൽഹി ചെന്നിട്ട് ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തു. അതോടുകൂടിയിട്ട് ഇന്ത്യ ഒരു സോവിയറ്റ് റിപ്പബ്ലിക്കായിട്ട് മാറും. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറുകയും ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറുകയും ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനത്ത് മാവോയുടെ റെഡ് ബുക്ക് വരികയും പിന്നെ ഈ പാർലമെൻറ്റിന് മുമ്പിൽ അംബേദ്കറുടെ പ്രതിമ വച്ചേക്കുന്ന സ്ഥലത്ത് പിണറായി വിജയൻ്റെ പ്രതിമ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതിമനോഹരമായ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണഭൂതൻ്റെ സങ്കീർത്തനങ്ങൾ അതോടുകൂടി എല്ലാ പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഈ ശോഭ ആചാര്യതാരം നിലനിൽക്കുകയും ചെയ്യും. എനിക്ക് ആ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ ഐശ്വര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.